ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതിനു മുന്നേ നമുക്ക് എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. സി ലാംഗ്വേജ് എന്നത് ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആ പ്രോബ്ലത്തിനെ പല പ്രൊസീജിയേഴ്സായി കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നത് ഒരു പ്രോബ്ലത്തിനെ പല ഒബ്ജക്റ്റുകളായി കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. സി ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ജാവ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മെത്തേഡാണ് ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതിലെ ലിമിറ്റേഷൻസ് അതേപോലെ ഈ ഇഷ്യൂസും ഒക്കെ ഓവർകം ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു പ്രത്യേക പ്രോഗ്രാമിംഗ് ടെക്നോളജിയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇന്ന് നമ്മുടെ ലാംഗ്വേജുകളെല്ലാം ഫോളോ ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളാണ്. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ പുതിയ അപ്രോച്ചസാണ് ഓരോ ദിവസവും പുതിയ അപ്രോച്ചസാണ് വരുന്നത്. അപ്പോൾ അത് എന്തെല്ലാം കൊണ്ടാകും, അതിന് ഓരോ സോഫ്റ്റ്വെയർസിനെയും അതിൻ്റെ മെയിൻറ്റെയിനബിലിറ്റി, റീയൂസബിലിറ്റി, അതിൻ്റെ പോർട്ടബിലിറ്റി, സെക്യൂരിറ്റി, ഇൻറ്റഗ്രിറ്റി, യൂസർ ഫ്രണ്ട്ലിനെസ്, ഇതിലെല്ലാം ഉണ്ടാകുന്ന ഇഷ്യൂസ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് പുതിയ ടെക്നോളജീസ് ഈ പ്രോഗ്രാമിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ പുതിയ ടെക്നോളജികൾ വരുന്നത്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല രീതിയിലുള്ള ടെക്നോളജികളാണ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് മെത്തേഡ്സ് ആയിരുന്നു ഈ മൊഡ്യൂളർ പ്രോഗ്രാമിംഗ്, ടോപ്പ് ഡൗൺ പ്രോഗ്രാമിംഗ്, ബോട്ടം അപ്പ് പ്രോഗ്രാമിംഗ്, സ്ട്രക്ചറൽ പ്രോഗ്രാമിംഗ്. ഇവയെല്ലാം ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല രീതിയിലുള്ള പ്രോഗ്രാമിംഗ് അപ്രോച്ചുകളായിരുന്നു. അതിലൊന്നാണ് അതേപോലെ നമ്മുടെ പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, അതേപോലെ പുതിയ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ടെക്നോളജിയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പാരഡിഗം? അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആദ്യം ഉണ്ടായിരുന്ന ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് അപ്രോച്ചിനെ പാടെ മാറ്റി പുതിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ടെക്നോളജി കൊണ്ടുവരികയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇത് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ആ പ്രോബ്ലത്തിനെ പല രീതിയിലുള്ള ഒബ്ജക്റ്റുകളാക്കി കൺവേർട്ട് ചെയ്യും. ആ ഒബ്ജക്റ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷമാണ് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒരു ഒബ്ജക്റ്റ് എന്നത് ഡാറ്റയുടെയും മെത്തേഡിൻ്റെയും കളക്ഷനെയാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ നമ്മളവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതിനെ പല പ്രൊസീജിയേഴ്സായി അല്ലെങ്കിൽ ഫങ്ഷനുകളായി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഓരോ ഫങ്ഷനുകളും പ്രത്യേകം സോൾവ് ചെയ്താണ് നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് അപ്രോച്ചിൽ പ്രോഗ്രാം ചെയ്യുന്നത്. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അങ്ങനെയല്ല. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കുറച്ചും കൂടി റിയൽ വേൾഡിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ആവശ്യമായ എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനുണ്ട്. ഒബ്ജക്റ്റുകളായി കൺവേർട്ട് ചെയ്യും. ഒബ്ജക്റ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം എന്നിട്ടാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്നത് ഡാറ്റയുടെയും ഫങ്ഷൻ്റെയും അല്ലെങ്കിൽ ഡാറ്റയുടെയും മെത്തേഡ്സിൻ്റെയും കളക്ഷനെയാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിൽ ഡാറ്റയും ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും. ഒരു മെത്തേഡിലെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലെ ഒരു ഡാറ്റയെ മറ്റൊരു ഒബ്ജക്റ്റിന് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഒരു ഒബ്ജക്റ്റിൽ ഡാറ്റയും ഉണ്ടാവും, മെത്തേഡും ഉണ്ടാവും. പക്ഷേ മറ്റൊരു ഒബ്ജക്റ്റിന് ഈ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു ഒബ്ജക്റ്റിലെ മെത്തേഡുകളെ മറ്റു ഒബ്ജക്റ്റുകൾക്ക് ആക്സസ് ചെയ്യാം. ഈ മെത്തേഡുകൾ തമ്മിൽ ആക്സസ് ചെയ്ത് അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. ഡാറ്റ സെക്യൂറായി ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ ഈ ഫങ്ഷനുകൾ സെയിം ഒബ്ജക്റ്റിലെ ഫങ്ഷനുകൾക്ക് മാത്രമേ ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. പുറത്തേക്ക് ഈ ഡാറ്റ അവൈലബിൾ അല്ല.
എന്നാൽ പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിന് ഈ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. എന്തെല്ലാമാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? അത് ഡാറ്റയാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. പ്രൊസീജിയർ എന്ന കൺസെപ്റ്റിനേക്കാളും കൂടുതൽ ഡാറ്റ, ഒബ്ജക്റ്റ് എന്നീ കൺസെപ്റ്റുകളാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എംഫസൈസ് ചെയ്യുന്നത്. പ്രോഗ്രാമുകളെ സോൾവ് ചെയ്യാൻ വേണ്ടി പല ഒബ്ജക്റ്റുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഒരുപാട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ്, സ്ട്രക്ചേഴ്സ്, യൂണിയൻ, എന്യൂം എന്നീ പോലെയുള്ള പല രീതിയിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. മെത്തേഡ്സ് ആൻഡ് ഡാറ്റ ആർ ടൈഡ് ടുഗദർ ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. മെത്തേഡ്സും ഡാറ്റയും കൂടി ചേർന്നാണ് ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അങ്ങനെ ഡാറ്റ സ്ട്രക്ചറുകളെ പൊതുവായി നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയും. ഡാറ്റ ഹിഡൻ ആണ്, കനോട്ട് ആക്സസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫങ്ഷൻ. ഒരു ഒബ്ജക്റ്റിലെ ഡാറ്റ ഹിഡൻ ആണ്, അത് പുറത്തേക്ക് അവൈലബിൾ അല്ല. പുറത്തുനിന്നുള്ള ഒരു ഒബ്ജക്റ്റിന് മറ്റൊരു ഒബ്ജക്റ്റിലെ ഡാറ്റയെ ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ ത്രൂ മെത്തേഡ്സ്. ഒബ്ജക്റ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെത്തേഡുകൾ വഴിയാണ്. നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫങ്ഷനുകൾ ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. അവിടെ ഒരു ഫങ്ഷൻ മറ്റൊരു ഫങ്ഷനിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതേ മെത്തേഡാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിലെ മെത്തേഡ് മറ്റൊരു ഒബ്ജക്റ്റിലെ മെത്തേഡിനെ അത് പാരാമീറ്റർ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സോൾവ് ചെയ്യുന്നത്. ന്യൂ ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ക്യാൻ ഈസിലി ആഡഡ്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പുതിയ ഡാറ്റയും ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഈ പ്രോഗ്രാമിങ്ങിന് കുറച്ചും കൂടി കൂട്ടി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിയാണ്. അതാണ് ഒരു ഫീച്ചർ. ഇത് ഉപയോഗിക്കുന്നത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. പ്രോഗ്രാമിംഗ് ഡിസൈനിങ്ങിൻ്റെ ബോട്ടം അപ്പ് അപ്രോച്ചിനെയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഫോളോ ചെയ്യുന്നത്. അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ പല പല മൊഡ്യൂളുകളാക്കി കൺവേർട്ട് ചെയ്യും. ഓരോ മൊഡ്യൂൾസിനെയും വീണ്ടും പല മൊഡ്യൂളായി കൺവേർട്ട് ചെയ്യും. അങ്ങനെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ്. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഒരു പ്രോബ്ലത്തിനെ ആദ്യം പല മൊഡ്യൂളുകളായി ഡിവൈഡ് ചെയ്യും. ഓരോ മൊഡ്യൂൾസും കമ്പൈൻ ചെയ്ത് മറ്റൊരു മൊഡ്യൂളാക്കി മാറ്റും. ആ മൊഡ്യൂളുകൾ കമ്പൈൻ ചെയ്ത് മറ്റൊരു മൊഡ്യൂൾ, അതിന് ഹയർ ലെവലിലുള്ളൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ടോട്ടൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. ഇത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൻ്റെ ഡെഫിനിഷനാണ്. എന്തെല്ലാമാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്? എന്തെല്ലാമാണ് നമ്മൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒബ്ജക്റ്റ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡൈനാമിക് ബൈൻഡിങ്, മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോന്നും പ്രത്യേകം ഡിസ്കസ് ചെയ്യും. ഇതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇതെല്ലാം യൂസ് ചെയ്താണ് നമ്മൾ, ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്താണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളതിൻ്റെ ഫിഗറാണ്. ഒബ്ജക്റ്റ് എന്നത് ഡാറ്റയും ഒരുപാട് മെത്തേഡുകളും അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഒരുപാട് ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. ഈ ഒബ്ജക്റ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്.